ഇന്ന് കനത്ത മഞ്ഞിന് സാധ്യത. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വാഹനമോടിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശം. യുഎഇയിൽ കനത്ത ചൂട് തുടരുന്നു. കഴിഞ്ഞ ദിവസം താപനില 50 ഡിഗ്രിക്കടുത്തായിരുന്നു. ഫുജൈറയിലും അലൈനിലുമാണ് ഇന്നലെ കൂടിയ താപനില രേഖപ്പെടുത്തിയത്. അജ്മാനിൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം. ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് റോഡിലാണ് അജ്മാൻ പോലീസ് വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. റോഡിൽ വികസന പ്രവർത്തികൾ നടക്കുന്നതുകൊണ്ടാണ് നിയന്ത്രണം. വാഹനമോടിക്കുന്നവർ ഗതാഗത കുരുക്ക് ഒഴിവാക്കി ബദൽ സംവിധാനം വഴി യാത്ര ചെയ്യണമെന്നും നിർദ്ദേശം. നിയമം ലംഘിച്ച് അബുദാബിയിൽ സ്റ്റൈറോഫോം ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടോ എന്ന പരിശോധനയുമായി അബുദാബി പരിസ്ഥിതി മന്ത്രാലയം. ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമല്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. ഷാർജയിൽ വെയർഹൌസിൽ തീപിടുത്തം. ശനിയാഴ്ച വൈകിട്ടാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. അഗ്നിശമന സേനകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഇന്ത്യയിലെ കുവൈറ്റ് അംബാസിഡർ മിഷാൽ അൽ ഷമാലി ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ അംബാസിഡർ മിഷാൽ ദ്രൗപദി മുർമുവിന് യോഗ്യതാപത്രം കൈമാറി. ഗസ വിഷയത്തിൽ ആശങ്ക അറിയിച്ച് യുഎഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാൻ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തി. ഉടൻ വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ഇരുകൂട്ടരും ഉന്നയിച്ചു. ഉത്തരേന്ത്യയിൽ ചൂടിന് നേരിയ ശമനം. വരും ദിവസങ്ങളിലും ചൂടിന് കുറവുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 40 ഡിഗ്രിക്ക് മുകളിൽ താപനിലയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മരണം 100-ലധികമായി വർദ്ധിച്ചിട്ടുണ്ട്.